ഇനി അവളെ തേടി പോകുന്നത് ഞാനായിരിക്കും. അർച്ചനയെക്കുറിച്ചുള്ള സംശയത്തിന് അറുതി വരുത്താൻ ജയന്തി തീരുമാനിക്കുന്നു. പറഞ്ഞതിൽ 1 രൂപ പോലും അർച്ചനയുടെ കുഞ്ഞിന് 3 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്യുന്ന തെന്മല റോസി. ഈ ബിസിനസ്സിൽ എനിക്കും വല്ലതും തടയണം. പക്ഷേ ലാഭം നിനക്കാ. ഇപ്പൊ അവൾ ഒരുത്തന്റെ കൊച്ചിനെ പ്രസവിക്കാനുള്ള ഒരുക്കത്തില. അർച്ചനയാണ് ശബരിയെ വിളിച്ചതെന്ന് സുധിയോട് പറയുന്ന രാജപ്പൻ. രാത്രി മഴ തുടരുന്നു. ആശാ, എന്തെങ്കിലും വിവരം കിട്ടിയോ അച്ഛാ? തിരുവനന്തപുരത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലും ഞങ്ങൾ അന്വേഷിച്ചു. എല്ലാ വാർഡിലും കയറി നോക്കാനൊന്നും പറ്റിയില്ല. നാളെ രാവിലെ ഒന്നുകൂടി പോണം. ആംബ്രോസോ കാർത്തിയാനിയോ നമ്മുടെ മുമ്പിൽ ഒന്ന് വിടും. അർച്ചനയുടെ ഡെലിവറി കഴിഞ്ഞു കാണും ഉറപ്പല്ലേ? കഴിഞ്ഞു കാണും. സർക്കാർ ആശുപത്രിയിലാണെങ്കിൽ 2 ദിവസം കൂടുതൽ കിടത്തത്തില്ല. കാർത്തിയാനി സ്ഥലത്തുണ്ടോന്നൊന്ന് അന്വേഷിച്ച് നോക്കായിരുന്നു. അതൊക്കെ നോക്കി വാച്ചർ അതിനുള്ള ഏർപ്പാടാക്കിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. അവളുടെ വീട്ടിലും കടയിലൊന്നും ആരുമില്ല. കാർത്തിയാനി അർച്ചനയുമായി ഏതോ ആശുപത്രി തന്നെയാ, സംശയിക്കാനില്ല. കാശ് മുടക്കി പ്രൈവറ്റ് ആശുപത്രിയിൽ കാർത്തിയാനി അവളെ കൊണ്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രായപ്പനെ വല്ല കഴിച്ചേച്ചു വാ, നമുക്ക് താലൂക്ക് ആശുപത്രി വരെ പോവാം. അശോകനെ തിരുവനന്തപുരത്ത് നിർത്തിയിട്ടാണ് ഞാൻ വരുന്നത്. എല്ലാ പ്രൈവറ്റ് ആശുപത്രിയിൽ കയറി അന്വേഷിക്കാൻ അവനോട് പറഞ്ഞു. അമ്പിളി പറയുന്നത് അച്ചുവച്ചിയെ ചെവള കൊണ്ടുപോയെന്ന്. അതിന് സാധ്യതയില്ല. കൊണ്ടുപോകണമെങ്കിൽ അവന് നേരത്തെ ആകാമായിരുന്നല്ലോ. കാർത്തിയാനിയുടെ ലക്ഷ്യം വേറെയല്ലേ? പ്രസവം കഴിഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പായ സ്ഥിതിക്ക് കാർത്തിയാനി ISPയെ വിളിച്ചു വരുത്തും. അച്ഛൻ അയാളെ ഒന്ന് വിളിച്ചാ എന്തെങ്കിലും വിവരം കിട്ടില്ലേ? എന്നോട് അയാൾ എന്തെങ്കിലും പറയുമെന്ന് നീ കരുതുന്നുണ്ടോ? അശോകനാ, എന്താ അശോക? ആശാനെ, ആംബ്രോസിനെ മെഡിക്കൽ കോളേജ് ജംഗ്ഷൻ വെച്ച് മിന്നായം പോലൊന്ന് കണ്ടു. അവനാണെന്ന് ഉറപ്പാണോ? അതെ, പായും തലേണയും വാങ്ങി അവനൊരു കാറിൽ കയറി മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോയി. നീ ഒരു വണ്ടി പിടിച്ച് കൂടെ പോവാതെന്നടാ. അതിനുള്ള സമയം കിട്ടിയില്ല. റോഡിന്റെ ഇപ്പുറത്താണ് ഞാൻ നിന്നത്. വണ്ടിയുടെ നമ്പർ എനിക്കറിയാം. SATയിലോ ആ പ്രദേശത്തുള്ള ഏതെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയിലോ അവളുണ്ടെന്ന് ഉറപ്പായി കഴിഞ്ഞു. നീ എല്ലായിടവും ഒന്ന് അരിച്ചു പിറക്ക്. SATയിലാണെങ്കിൽ അവനോ വണ്ടിയോ പുറത്തു കാണും. നിന്റെ പിള്ളേരില്ലേ? ആരും പിരിഞ്ഞു പോയിട്ടില്ല ആശാനെ. നമുക്കവനെ പൊക്കാം. ഇപ്പോഴാ ഒന്ന് ഉഷാറായത്. അശോക, നീ ഇപ്പം എന്തായാലും അവിടേക്ക് ഒന്ന് അന്വേഷിക്കേ. എവിടെയായാലും വണ്ടി പുറത്ത് കാണും. അതൊക്കെ ഞാൻ ഏറ്റു. ആശാൻ ഉടനെ ഇങ്ങോട്ട് വാ. ഞാൻ ഇറങ്ങിയടാ. ആംബ്രോസ് അശോകന്റെ കൈ പെട്ടോ? അശോകൻ അവനെ കണ്ടെന്ന് എനിക്ക് അറിവ് മാത്രം മതി. ഇനി കാർത്തിയാനി അവളെ കൊണ്ട് രക്ഷപ്പെടില്ല. ആശാൻ വാ. ഈശ്വര കാത്തോളണേ. മോനെ, അതൊരു ട്രാപ്പായിരുന്നെന്ന് നീ ഒന്ന് വിശ്വസിക്കേ. ഞാനങ്ങനെ വിശ്വസിച്ചു. ശബരിയും ഗീത അത് വിശ്വസിക്കാനുള്ള കാരണം നിനക്കറിയില്ലേ? അതും എനിക്കറിയാം. ശബരിയുടെ വിവാഹം മുടങ്ങിയത് നിന്നെ വഞ്ചിച്ചതുകൊണ്ടാണെന്നാ ഗീതയും അവന് വിശ്വസിക്കുന്നത്. അവരത് വിശ്വസിക്കട്ടെ, നമുക്കത് മാറ്റി പറയാൻ പറ്റില്ലല്ലോ. നിങ്ങളുടെ കല്യാണ തലേന്നാൾ നിന്നോട് ആ വിവരം പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ വിവാഹം നടക്കാതെ പോയേനെ. രാജപ്പൻ അതിനു മുൻപേ അർച്ചനയുടെ വിവാഹം നടത്തിയതാ. വലിയൊരു അപകടത്തിൽ നിന്നാ നമ്മൾ രക്ഷപ്പെട്ടത്. അന്ന് അച്ഛൻ അമ്മയോട് ഈ വിവരം പറഞ്ഞിരുന്നു. എന്നിൽ നിന്നത് ഒളിപ്പിച്ചു വെച്ചു. ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ നിന്റെ കല്യാണം നടക്കില്ലായിരുന്നു. ഞാനിതറിയുമ്പോ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിരുന്നു. പിന്നെ മനസ്സുരിക്കാൻ ഞാൻ ജീവിച്ചത്. കുഞ്ഞിനെ നശിപ്പിച്ചെന്ന വിവരം നെഞ്ചു പൊട്ടിയാ ഞാൻ കേട്ടത്. ആ വേദന മാറിയത് വിശ്വേട്ടൻ അവിടെ പോയിട്ട് വന്നിട്ടാ. അവര് നമുക്ക് ചേരുന്ന കൂട്ടരല്ലെന്ന് തെളിയിച്ചു തന്നില്ലേ? അതവിടം കൊണ്ട് കഴിഞ്ഞു എന്ന് തന്നെ കരുതാം. ഞാൻ ഇനി സിംഗപ്പൂരിലേക്ക് പോകുന്നില്ല. ദൈവമേ, നിനക്കൊരു മനമാറ്റം വന്നല്ലോ. ഇനി ഞാൻ പറയുന്ന ഒന്ന് നിങ്ങൾ കേൾക്കണം. നിങ്ങൾ മൂന്നാറിലേക്ക് പോ. ഞങ്ങൾ ഒരിടത്തും പോകുന്നില്ല. ഇവളുടെ പ്രഗ്നൻസിക്ക് എന്തുത്തരം പറയും? അത് വെറുതെ ആയിരുന്നു എന്ന് പറയും. സുധി, എല്ലാം എല്ലാവരും അറിയട്ടെ. ഞങ്ങളൊരു കുഞ്ഞിന് വേണ്ടിയാണ് ഈ നാടകം കളിച്ചതെന്ന് എല്ലാവരെയും അറിയിക്കാൻ പോവാ. എടാ നീ മോളെ, ഇവൻ എന്തൊക്കെയാ ഈ പറയുന്നത്?
നാണം കെട്ട് പോകാനാണോ ഇവൻ ഇറങ്ങി പുറപ്പെടുന്നത്? ഒരച്ഛനാവൻ കഴിയില്ലെന്ന് സമ്മതിച്ചാൽ എന്താ കുഴപ്പം? എനിക്കതിൽ ഒരു നാണക്കേടും തോന്നുന്നില്ല. എടോ, നാണക്കേട് ഞങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ സഹിച്ചേ പറ്റൂ. ഇങ്ങനെ ഒരു മകന്റെ മാതാപിതാക്കളായി പോയില്ലേ? ഒരു കുഞ്ഞെന്ന പ്രതീക്ഷ കൊടുത്താ ഞാൻ ഇവളെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. എനിക്കത് പാലിച്ചേ പറ്റൂ. ഒരു കുഞ്ഞിന്റെ സ്ഥാനത്ത് ഇവൾക്ക് ഞാൻ 3 കുഞ്ഞുങ്ങളെ കൊടുക്കും. അമ്മയ്ക്ക് മനസ്സിലായില്ലേ? 3 കുഞ്ഞുങ്ങളെ ഞാൻ ദത്തെടുക്കുന്നു. ഒരു കുഞ്ഞിനെ എനിക്ക് തരാത്ത ദൈവത്തോട് 3 അനാഥ കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് ഞാൻ പക വീട്ടും. സുധി, ഒന്നിച്ച് 3 പേരെയും കൊണ്ടുവരും. നമ്മ പേടിക്കണ്ട. ഇതെന്റെ ഉറച്ച തീരുമാനമാണ്. ആർക്കോ ജനിച്ച 3 കുട്ടികൾ എന്നെ അച്ഛനെന്ന് വിളിക്കണം. ഈ തറവാടിന് അവർ അവകാശികളാവണം. 3 അനാഥ ജന്മങ്ങൾക്ക് ഈ തറവാട് വിഭജിച്ചു കൊടുക്കണം. നിന്റെ ഉള്ളിൽ പകയാണല്ലേ? ആ കുഞ്ഞുങ്ങൾ ഓരോന്നായി ഈ വീടിന്റെ പടി കടന്ന് വരട്ടെ. അതിനുശേഷം എനിക്ക് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കണം. അവിടെ തീരും പെരുമ്പടപ്പ് വിശ്വനാഥൻ. കാശ് കൈ കിട്ടുമെങ്കിൽ ഇത് വിട്ടുകളയേണ്ടെന്ന എന്റെ അഭിപ്രായം. അതവള് പറഞ്ഞതല്ലേടാ, 3 ലക്ഷം കൈ കിട്ടിയിട്ട് കൊച്ചിനെ കൊടുത്താൽ മതിയെന്ന്. അവൾ അതിന് തയ്യാറായ നമ്മൾ സമ്മതിക്കണം ചേച്ചി. വല്ല കള്ളനോട്ടും ആയിരിക്കോടാ. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഈ 3 ലക്ഷം രൂപ എവിടുന്ന് കിട്ടാനാ? കിട്ടാനില്ലാത്തോണ്ടാണോ ലക്ഷങ്ങൾ പിടിച്ച വാർത്ത പത്രത്തിൽ വരുന്നത്? 3 ലക്ഷം രൂപ എടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല ചേച്ചി. ആ റോസിയെ വിശ്വസിക്കാൻ പറ്റത്തില്ലടാ. അവൾ അത് മറ്റാരുടെയോ കയ്യിൽ നിന്ന് വാങ്ങിയതാവും. കാശ് വാങ്ങിയ ഉടനെ നമ്മൾ കൊച്ചിനെ കൊടുക്കണ്ട. നോട്ട് ഒറിജിനൽ ആണോ എന്ന് നോക്കിയിട്ട് മതി. റോസി വന്ന് ചാടിയത് ഭാഗ്യമായിട്ടാ എനിക്ക് തോന്നുന്നത്. SP-മായിട്ടുള്ള ഡീലിങ്സ് നമുക്ക് അപകടമാണ്. അയാൾ പണം തരാൻ തയ്യാറായ തന്നെ എത്ര തരുമെന്നാ ചേച്ചി കരുതുന്നേ? ഏറിയാൽ 1 ലക്ഷം രൂപ തരും. നമുക്കൊന്നും മിണ്ടാൻ പോലും പറ്റില്ല. ചേച്ചി പറയുന്ന ധൈര്യമൊക്കെ അയാളുടെ മുമ്പിൽ എത്തുമ്പോൾ ഇല്ലാതാവും. ഒരു SP-യുടെ പവറൊന്നും ചേച്ചിക്ക് ശരിക്കും അറിയില്ല. അയാളുടെ മോനെ അറിയിക്കുമെന്ന നമ്മുടെ നമ്പറൊന്നും വില പോവില്ല. അതിനു മുമ്പേ പിടിച്ച് നമ്മളെ അകത്തിടും. 8-10 കൊല്ലം അകത്ത് കിടക്കാനുള്ള വകുപ്പും ഉണ്ടാക്കും. അവളെയും കൊച്ചിനെയും കൊണ്ടുപോയാലും കുറച്ചു കാലം നമ്മൾ നോക്കണ്ടേ? ഇതാവുമ്പോൾ കൊച്ചിനെ കൊടുത്തിട്ട് പോയാൽ പിന്നെ അവളുടെ കാര്യത്തിലൊരു തീരുമാനമേ ഉള്ളൂ. നീ പറയുന്നതൊക്കെ ശരിയാ. നമുക്കിത് ഉറപ്പിക്കാൻ ചേച്ചി. ദേ അവളുടെ ശിങ്കിടിയാ വരുന്നത്. റോസിത അപ്പുറത്തേക്കോ? നിങ്ങൾ അങ്ങോട്ടൊന്ന് വാ. കൈ കാശുണ്ടോ? അതൊക്കെ നേരിട്ട് സംസാരിക്കുക. ചേച്ചി വാ. ഇനി വേറെ സംസാരമൊന്നും വേണ്ടല്ലോ. ഞാൻ കാശ് തരട്ടെ. നീ പറഞ്ഞില്ലേ എനിക്കിത് ഇരട്ടി ലാഭമാണെന്ന്? നീ എന്തറിഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞത്? പെണ്ണിനെ വെച്ച് ഞാൻ കച്ചവടം നടത്തുവാണെന്നോ? എന്നാ അങ്ങനെ അല്ല. അവളെ ഞാൻ കൊണ്ടുവരുമ്പോൾ അവൾ 7-8 മാസം ഗർഭിണിയായിരുന്നു. എൻ്റെ കൂടെ നിർത്തി പ്രസവിപ്പിക്കാനാ ഒരാൾ അവളെ എൻ്റെ അടുത്തെത്തിച്ചു. നീ കരുതുന്നത് പോലെ അവളൊരു പിഴയല്ല. ഒരബദ്ധം പറ്റിപ്പോയതാ. നല്ല പെണ്ണാ അവള്. പ്രസവം കഴിഞ്ഞാൽ അവളെ കൊണ്ടുവിട്ട ആൾ തന്നെ തിരിച്ചു കൊണ്ടുപോകും. അവളെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കുകയും ചെയ്യും. ഞാൻ ഈ പെടാപ്പാടൊക്കെ പെട്ടതിന് രൂപ 10-50 കിട്ടും. പിന്നെ കൊച്ചിൻ്റെ കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. അതിനെ വല്ല അനാഥാലയത്തിലും കൊടുക്കാനാ അവരുടെ തീരുമാനം. കാർത്തിയാനി, നിനക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഒരു ലോട്ടറിയാ. അവരെന്തായാലും കൊച്ചിനെ വളർത്താനൊന്നും പോകുന്നില്ല. നീ അതിനെ എനിക്ക് തന്നേക്ക്. വല്ല ഓർഫനേജിലും കൊണ്ട് കൊടുത്തിട്ട് നിനക്ക് എന്ത് നേട്ടമാ ഉള്ളത്? 3 ലക്ഷം രൂപ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിനക്ക് ഒരു പഴിയും വരാതെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. നീ എന്താ ചെയ്യാൻ പോകുന്നത്? ഡിസ്ചാർജ് വാങ്ങി രാത്രി വേണം നീ അമ്മയും കുഞ്ഞിനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ. പിന്നാലെ ഞങ്ങളും ഉണ്ടാവും.
നിന്റെ ഐഡിയ പോലെ കാര്യങ്ങളൊക്കെ നടക്കുവോ? കൊച്ചിനു വേണ്ടിയല്ല അവൾ പ്രസവിച്ചത്. ഈ വിവരം അവളെ നിന്റെ അടുത്ത് കൊണ്ടുവന്ന ആളോട് പറഞ്ഞാലും അയാൾ കേസിനൊന്നും പോവില്ല. പെണ്ണിന്റെ മാനം പോകുന്ന ഒന്നിനും അയാൾ തയ്യാറാവില്ല. കൊച്ചു പോയതിൽ അയാൾ സന്തോഷിക്കുകയുള്ളൂ. ഇനി ആലോചിക്കാനൊന്നുമില്ല. നീ കാശ് വാങ്ങ്. ഇവനും എന്തെങ്കിലും കൊടുക്കണം. നീ ഒരു കാര്യം ചെയ്യ്, 4 ലക്ഷത്തിനങ്ങ് ഉറപ്പിക്കും. വിലപേശലില്ലെന്ന് നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതാ. അത് നീ മാത്രം അങ്ങ് നിശ്ചയിച്ചാ പോരല്ലോ. ആ കൊച്ചിനെ നീ കണ്ടിട്ടുണ്ടോ? നല്ല റോസാപ്പൂ പോലിരിക്കും. അതും ഒരാൺകുഞ്ഞ്. തള്ളേ നീ കണ്ടിട്ടുള്ളതല്ലേ? അതിന്റെ തന്ത രാജകുമാരനെ പോലിരിക്കും. നീ അതിനെ മറിച്ചു കൊടുക്കാനാ പോകുന്നെന്ന് എനിക്കറിയാം. നീ ചോദിക്കുന്ന കാശ് അവര് തരും. 4 ലക്ഷം രൂപ. അത് പറ്റില്ലെങ്കിൽ നീ വിട്ടേക്ക. വാടാ പോകാം. നിക്ക്. ശരി, ഞാൻ സമ്മതിച്ചു. 1 ലക്ഷം ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം വൈകിട്ട് തരും. അതിനുശേഷം നീ അവളെ കൊണ്ട് ഇറങ്ങിയാൽ മതി. ദാ പിടിക്ക്. 3 ലക്ഷം രൂപയുണ്ട്. ഇത് കള്ളനോട്ടൊന്നും അല്ലല്ലോ. ഇത്തരം കച്ചവടത്തിൽ ചതിയില്ല. നിനക്കിത് പരിശോധിച്ചു നോക്കാൻ സമയമുണ്ടല്ലോ. കുറച്ച് കാശ് ഞാൻ ഇന്ന് തന്നെ ബാങ്കിൽ കൊണ്ടിടും. നിനക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം. നീ ഇത്രയും പറഞ്ഞ നിലയ്ക്ക് എനിക്കും ചിലത് പറയാനുണ്ട്. കുഞ്ഞിനെ ഞാൻ വാങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റലിൽ നീ അറിയാതെ തന്നെ എൻ്റെ ആളുകളുടെ നിരീക്ഷണം ഉണ്ടാവും. ഇനി നിനക്കൊന്ന് ചലിക്കാൻ പോലും കഴിയില്ല. ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം നീ അറിയിക്ക്. എന്നാ ഞാൻ പോട്ടെ. വണ്ടിയെടുക്കടാ. പോവാ ചേച്ചി. പോടാ. ഇല്ല 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 ഇല്ല. വാവേ കരയില്ലേടാ. ഓ വേണ്ട വേണ്ട വേണ്ട. പൊന്നല്ലേ, കരയല്ലേ. ഓ ഓ ഓ ഓ ഓ ഓ എന്റെ വാവേ, എന്തിനാ കരയുന്നേ? എന്തിനാടാ ഇങ്ങനെ കിടന്ന് കരയുന്നേ? അതെ, ഡോക്ടർ വന്നോ? ഇല്ല. ചിലപ്പോ നാളെ ഡിസ്ചാർജ് ചെയ്യും. ഇവിടുന്ന് എത്രയും പെട്ടെന്ന് അങ്ങ് പോയി കിട്ടിയാ മതി. ഒരു സഹായത്തിന് ഞാൻ ആംബ്രോസിനെ വിളിക്കാത്തത് അവനെ ഇവിടെങ്ങാനും വെച്ച് രായപ്പം കാണുമെന്ന് വിചാരിച്ചിട്ടാ. നിന്റെ കരച്ചിലൊക്കെ നിർത്തിയോടാ നീ? മോനുവേ, കാർത്തു വല്ലും വെച്ച് നോക്കുവാന്നോ? ഇവിടെ ഒത്തിരി കാശാവല്ലേ ചേച്ചി? പിന്നെ കാശ് കൊടുക്കാതെ നല്ല ചികിത്സ കിട്ടുവോ? നീ ഇപ്പൊ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. നിന്റെ കാര്യത്തിന് വേണ്ടി ഞാനൊരു ചിട്ടി പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതല്ലേ? മോനുവേ, എന്തുവാ വല്യമ്മേ നോക്കുന്നേ? ഇവൻ ഭാഗ്യമുള്ള കുഞ്ഞാടി അർച്ചനെ. നിന്റെ സങ്കടങ്ങളൊക്കെ തീരും. എന്തായാലും ഇനിയൊരു വിവാഹ ജീവിതമില്ലെന്നല്ലേ നീ പറഞ്ഞത്? അതെ ചേച്ചി. ഒരാൺകുഞ്ഞ് തന്നെയാ എന്തുകൊണ്ടും നല്ലത്. ദൈവം അറിഞ്ഞു തന്നെയാ നിനക്കത് തന്നത്. എന്തായാലും നിനക്കൊരു കൂട്ടായില്ലേ? എന്റെ കാര്യം മാത്രം ചേച്ചി പറയരുത്. ചേച്ചിയെ വിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോവാനാ? ചന്ദ്രയുടെ വീട്ടിൽ അധിക ദിവസമൊന്നും നീയും കുഞ്ഞും നിൽക്കണ്ട. നിന്നെ അവിടെ കൊണ്ടുവിട്ടാലുടനെ ഞാൻ ചങ്ങനാശ്ശേരിക്ക് വണ്ടി കയറും. ചെവള അതിനിടയിൽ വന്നാലോ ചേച്ചി? നിന്നെ ആംബ്രോസിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയെന്ന് ഞാൻ പറയും. ചേച്ചി പിന്നെയും തീരുമാനം മാറ്റിയോ? അങ്ങനെയല്ല ഞാൻ ആദ്യം പറഞ്ഞത്. എവിടെയായാലും അയാളുടെ കയ്യിൽ നിന്ന് എനിക്ക് രക്ഷപ്പെട്ടാൽ മതി. ആംബ്രോസ, അവർക്കാരാ അത്രയും പണം കൊടുത്തത്? ഓരോ തവണയും പറയുന്നതിനെ കുറിച്ച് പോലും അവർക്ക് ബോധമില്ല. അവര് നമ്മളെ ചതിക്കും മോനെ, അതമ്മയ്ക്ക് ഉറപ്പാ. വേണ്ട വേണ്ട വേണ്ട. ഓ ഓ ഓ ഓ
വിളിക്കാൻ പോലും അവൾക്ക് തോന്നിയില്ലല്ലോ. എപ്പോഴും ആ കാർത്തിയാനി കൂടെയൊന്നും കാണില്ല. ഒരു ഫോൺ കൈ കിട്ടാതെ അച്ചുവേച്ചി എങ്ങനെ വിളിക്കാനാ? ഒരവസരം കിട്ടണ്ടേ? അവളെ ലേബർ റൂമിൽ കൊണ്ടുപോകുമ്പോൾ കാർത്തിയാനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെയുള്ള ഏതെങ്കിലും നേഴ്സിനോട് പറഞ്ഞ് അവരെ സഹായിക്കില്ലേ? അർച്ചന വിളിക്കണ്ട, അവരെ ആരെ കൊണ്ടേലും വിളിപ്പിച്ചുകൂടെ? അമ്മ പറയുന്നത് ശരിയാ. ഏതെങ്കിലും നേഴ്സിനോട് പറഞ്ഞാ അവര് വിവരം വിളിച്ച് പറഞ്ഞേനെ. അച്ചുവേച്ചി എങ്ങനെ അവിടെ എത്തിച്ചെന്ന് ആർക്കറിയാം? ചിലപ്പോ പെയിൻ തുടങ്ങിയിട്ടാവും. പ്രസവം കഴിഞ്ഞിട്ടെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? കുഞ്ഞിനെ പ്രസവിച്ചിട്ട് എന്നെ വിളിച്ചു പറയാതിരിക്കാൻ അവൾക്ക് എങ്ങനെ തോന്നി? അതിന് ഞാനവിടെ കുഞ്ഞമ്മ മാത്രല്ലേ ആയിട്ടുള്ളൂ, പ്രസവിച്ച അമ്മയല്ലല്ലോ. അമ്മ കാര്യം അറിയാതെ അച്ചുവേച്ചിയെ കുറ്റപ്പെടുത്തരുത്. ചേച്ചിയുടെ പ്രസവം കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാ. കുഞ്ഞാണോ പെണ്ണോ എന്ന് പോലും അറിയാൻ പറ്റുന്നില്ലല്ലോ. അച്ഛൻ വന്നല്ലോ. എന്റെ ദൈവമേ, എന്തെങ്കിലും ഒരു വിവരം കിട്ടണേ. എന്താ അച്ഛാ, വല്ല വിവരം കിട്ടിയോ? എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ആ പരിസരത്തുള്ള ഏതോ ആശുപത്രിയിൽ അവൾ ഉണ്ടെന്ന് തീർച്ചയാ. ആംബ്രോസിനെ കണ്ടെന്നല്ലേ പറഞ്ഞത്? അശോകന്റെ കണ്ണു പിടിച്ച് മിന്നായം പോലെ അവൻ പോയില്ലേ? റിസപ്ഷനിൽ ചെന്ന് ചോദിച്ചാൽ അറിയായിരുന്നില്ലേ? കുറെ ആശുപത്രി കയറി ഇറങ്ങിയതാ. ഒരിടത്ത് അർച്ചന എന്ന പേരും കണ്ടു. മുറിയുടെ വാതിൽ പൂട്ടി വിളിക്കുകയും ചെയ്തു. അപ്പോഴാണ് നമ്മുടെ അർച്ചനയല്ലെന്ന് മനസ്സിലായത്. ഇനിയിപ്പോ അവള് പേരുമാറ്റി എവിടെയെങ്കിലും ഉണ്ടോന്ന് അശോകൻ സംശയിക്കുന്നത്. അങ്ങനെ പേര് മാറ്റി പറയാനൊന്നും പറ്റില്ല. ചേച്ചിയുടെ പഴയ റെക്കോർഡ്സ് ഒക്കെ കാണിക്കണ്ടേ? പ്രസവവേദന തുടങ്ങിക്കൊണ്ട് ചെന്നാ അതൊക്കെ കാണിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കാനില്ല. എസേറ്റിലാണ് കൊണ്ട് കയറിയതെങ്കിൽ അത്ര എളുപ്പത്തിലൊന്നും ആണുങ്ങൾക്ക് ചെന്ന് നോക്കാൻ പറ്റില്ല. കണ്ടുപിടിക്കാനും പ്രയാസമാണ്. എന്റെ ബലമായ സംശയം അവിടെ ഉണ്ടാവുന്ന, അല്ലാതെ വെറുതെ കാശ് കളയാനൊന്നും കാർത്തിയാന് തയ്യാറാവില്ല. അശോകനും അവന്റെ കൂട്ടുകാരും മെഡിക്കൽ കോളേജ് പരിസരത്ത് തന്നെ ഉണ്ട്. ആംബ്രോസിനെ അവർ ലക്ഷ്യം വച്ചിരിക്കുന്നത്. നാളെ ഞാനും കൂടെ നിങ്ങളുടെ കൂടെ വരാം. എസൈറ്റിലാണെങ്കിൽ എനിക്ക് കയറി നോക്കാൻ പറ്റുമല്ലോ. എന്നാ നീ കൂടെ പോര്. ആരെങ്കിലും പിടിച്ചകത്ത് കയറിയാൽ നിനക്ക് അവളെ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ വെറുതെ ഓരോന്ന് പറഞ്ഞ് വിഷമിച്ചിട്ട് കാര്യമില്ല മക്കളെ. ഏത് വഴിക്കാണെങ്കിലും അവളെ കണ്ടുപിടിച്ചേ പറ്റൂ. നീ പോയി കുറച്ച് വെള്ളം എടുത്തുണ്ടോ? റോസി വന്നിട്ട് അധിക നേരമായോ? ഇല്ല. എന്താ ഈ കാര്യങ്ങൾ? ആ സ്ത്രീ കൊത്തിയോ? പിന്നെ കൊത്താതെ. അവളെ എനിക്ക് നേരത്തെ അറിയാം. കള്ളുകാർത്തിയായിനെന്ന പേര്. തെന്മലയിൽ കള്ളു കച്ചവടവാ. ആ പെണ്ണിനെ ചൊല്ലി മുമ്പ് ഞങ്ങൾ തമ്മിലൊന്ന് മുട്ടിയിട്ടുമുണ്ട്. അതവരെ കണ്ടാലേ അറിയാം എന്തോ വശപ്പശ കൊണ്ടെന്ന്. ആ കുഞ്ഞിന് പക്ഷേ നല്ല വില കൊടുക്കേണ്ടി വന്നു. എന്നാൽ എന്താ റോസി, ഒരാൺകുഞ്ഞല്ലേ? ഒന്ന് നോക്കി അതിന്റെ മുഖത്തൊന്ന് കണ്ണെടുക്കാൻ തോന്നില്ല. സിസ്റ്റർ പറഞ്ഞ വിവരം വെച്ചാ ചോദിച്ച കാശ് ഞാൻ എണ്ണിക്കൊടുത്തത്. നല്ല ഒരു ആൺകുഞ്ഞിന് വേണ്ടി കുറെ കാലമായുള്ള കാത്തിരിപ്പായിരുന്നു. എന്നെക്കുറിച്ച് ആർക്കും ഒരു സംശയവും ഇല്ലല്ലോ. അതെന്ത് പറച്ചില്ല സിസ്റ്ററെ? നമ്മളിത് ആദ്യത്തെ ഇടപാടൊന്നും അല്ലല്ലോ. ഞാൻ പിടിക്കപ്പെട്ടാലും സിസ്റ്ററുടെ പേര് റോസിയുടെ നാവിന്ന് വരില്ല. കാശ് കൊടുത്ത സ്ഥിതിക്ക് റോസിയുടെ ഭാഗത്തുനിന്നൊരു ശ്രദ്ധ വേണം. ഞാൻ പറഞ്ഞില്ലേ, പുനലൂരെ ഒരു ഡോക്ടറുടെ നമ്പർ അവൾ എനിക്ക് തന്നത്. ഡോക്ടർ ഹിമ. ഞാനവരെ പറ്റി കേട്ടിട്ടുണ്ട്. അവളുടെ ഒരു കോളങ്ങ് ചെന്നാ മതി ആ ഡോക്ടർ ഇവിടെ എത്താൻ. പിന്നെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല. നഷ്ടം റോസിക്ക. ആ ഓർമ്മ വേണം. അത് ഞാൻ ശ്രദ്ധിച്ചോളാം. നാളെ ചിലപ്പോൾ ഡിസ്ചാർജ് ചെയ്തേക്കും. നാളെ എനിക്ക് ഓഫാ. പോകുമ്പോ അവൾ എന്നെ അന്വേഷിക്കാതിരിക്കില്ല. എന്നെ ഇപ്പൊ അവള് വിശ്വസിച്ചിരിക്കുക. അതെന്തായാലും നന്നായി. നോക്ക്, ഇത് സിസ്റ്റർ ആവശ്യപ്പെട്ട കാശുണ്ട്. അതിലൊരു രൂപ പോലും കുറവില്ല. റോസി പറഞ്ഞ വാക്കു പാലിക്കും. ആ വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ റോസി പറഞ്ഞപ്പോ ഞാൻ കൂടെ നിന്നത്. എന്നാ ഞാൻ പോട്ടെ. സിസ്റ്റർ പോയിക്കോ. നോ, നീ ഇനി എന്ത് പറഞ്ഞാലും ഞാനത് സമ്മതിച്ചു തരില്ല. അവർ മാത്രം വെളിപ്പെടുത്തൽ നടത്തി കയ്യടി വാങ്ങിയ പോരല്ലോ. അതിനൊരു തിരിച്ചടി ഉണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കി കൊടുക്കും.
ഫൈസി എന്താ പറഞ്ഞു വരുന്നത്? സുധിക്ക് ഒരു തകരാറുമില്ലെന്ന് ഞാൻ വിശ്വനാഥൻ സാറിനെ അറിയിക്കും. അവിടം കൊണ്ടും തീരില്ല. നിരഞ്ജന ഇക്കാലം അത്രയും അവരെ വഞ്ചിക്കുകയായിരുന്നു എന്ന് അവര് തിരിച്ചറിയും. നമ്മളത് പറയാൻ പാടില്ല ഫൈസി. അവളാ സത്യം എന്നോട് പറഞ്ഞത് എന്നിലുള്ള വിശ്വാസം കൊണ്ടാ. ഒരുപക്ഷെ ഞാനാണെങ്കിൽ പോലും ഇങ്ങനൊരു കാര്യം മറ്റൊരാളോട് പറയില്ലായിരുന്നു. വാശിയും പകയും തീർക്കാൻ ഒരാളുടെ കുറവ് നമ്മൾ ആയുധമാക്കരുത്. ഫൈസി അത് പുറത്തു വിടില്ലെന്നുള്ള വിശ്വാസം നിരഞ്ജനയ്ക്കും സുധിക്കുമുണ്ട്. അതിന്റെ ധൈര്യത്തിലാ അവൾ ഓരോന്ന് ചെയ്യുന്നത്. അതിന് ഞാൻ നിന്നു കൊടുക്കണം അല്ലേ? ആത്മാർത്ഥത തൊട്ട് തീണ്ടിയിട്ടില്ല അവർക്ക്. എനിക്ക് എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയാണോ കുഞ്ഞിന്റെ കാര്യവുമായി ഞാൻ അവരെ സമീപിച്ചത്? എന്റെ മനസ്സ് കാണാൻ അവർക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഇതുപോലൊരവസ്ഥയിൽ എന്നെ കൊണ്ടുചെന്ന് എത്തിക്കുവോ? അമ്മാളുവിന്റെ കാര്യത്തിൽ അവൾ ധാർമ്മിക രോഷം കൊള്ളുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ നിന്നോട്, അമ്മാളു മരിക്കുകയും കുഞ്ഞിനെ ജീവനോടെ കയ്യിൽ കിട്ടുകയും ചെയ്തിരുന്നെങ്കിൽ നിരഞ്ജന ഇതുപോലെ ശബ്ദമുയർത്താൻ തയ്യാറാവോ? ഇല്ല. ആ കുഞ്ഞുമായിട്ട് അവൾ സ്ഥലം വിട്ടേനെ. അമ്മാള് മരിച്ചുപോയതിൽ മനസ്സുകൊണ്ട് ആശ്വസിക്കുകയും ചെയ്തേനെ. എനിക്കത് ഉറപ്പുണ്ട്. പിന്നെ അവകാശം പറഞ്ഞു വരാൻ ആ കുഞ്ഞിന് ആരും ഉണ്ടാവില്ലല്ലോ. എല്ലാ അർത്ഥത്തിലും സ്വന്തമാവുകയല്ലേ. ഇത്രയേ ഉള്ളൂ അവളുടെ ആത്മാർത്ഥത. എന്താ അവള് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഫൈസി അവിവേകം ഒന്നും കാണിക്കരുത്. അതിന്റെ അപേക്ഷയാണ്. നിനക്കിപ്പോഴും ഞാൻ ചെയ്യുന്നത് അവിവേകമാണല്ലേ? കാര്യങ്ങൾ ഇത്രത്തോളമായ സ്ഥിതിക്ക് ഇനി ഞാൻ വിശ്വനാഥൻ സാറിന്റെ പക്ഷത്താ. അയാളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എനിക്ക് പറയാനിപ്പോ ഈ ഒരു കാരണമേ ഉള്ളൂ. നിരഞ്ജനയുടെ മറ്റൊരു മുഖം.